മമ്മൂട്ടി മോഹൻലാലും മഞ്ജു വാര്യരുടെ ഒരുമിച്ച് വന്നിട്ട് ഈ സർക്കാർ കൊള്ളാമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് ഇല്ലാത്തത് ഇതാണ്, ഒരു രണ്ടാം നിരയുടെ ഒരു ശക്തി അവർക്കില്ല ഇപ്പോൾ. UDFന്റെ രണ്ടാം നിര എന്ന് പറഞ്ഞാൽ എന്തൊരു നിരയാണ്. തീർച്ചയായും ഏത് രൂപത്തിലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരായ നേതാക്കന്മാരുടെ ഒരു വലിയ നിര. ഒരു സമയത്ത് കേട്ടിരുന്നത് ഗ്രൂപ്പ് കളിച്ച് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെയാണ്. പക്ഷെ ആ തോൽവിയിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണോ ഇപ്പോൾ കുണ്ടറയിൽ സജീവമാണ്? ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത സ്ഥലമാണ് കുണ്ടറ. എന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരമെങ്കിലും കുണ്ടറയിലെത്തും. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിന് കുണ്ടറയ്ക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഞാനവിടെ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി. ഇപ്പം നമ്മളെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് JNU വരെ അഡ്മിഷൻ കിട്ടി കൊടുക്കുന്നു. മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ ബദൽ എന്ന് പറയുന്നത് സ്പോർട്സ്. അപ്പോൾ കൊല്ലം ജില്ലയെ പറ്റി എന്താണ് പറയാനുള്ളത്? കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് കൊല്ലം ജില്ലയെ പറ്റി. കൊല്ലത്തെക്കുറിച്ചുള്ള ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റായ വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ്. കൊല്ലത്തുകാരെല്ലാം ആക്രമകാരികളാണ്, പപ്പടത്തിന് വേണ്ടി അടിക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കൊല്ലം വലിയ ഒരു പാരമ്പര്യമുള്ള നഗരമാണ്. രാഷ്ട്രീയ പാരമ്പര്യമില്ല. ഈ വളർത്തിക്കൊണ്ടുവന്നതെല്ലാം ഈ പറഞ്ഞ നേതാക്കളാണ്. ഉമ്മൻചാണ്ടി സാർ ആയിക്കോട്ടെ, PT തോമസ് സാർ ആയിക്കോട്ടെ, എല്ലാവരും തന്നെയാണ്. ഇതുപോലെ അടുത്ത നിരയിലുള്ള യുവ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ മെൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരിക്കൽ KSU പ്രസിഡൻ്റായിരുന്ന സമയത്ത് പട്ടാമ്പി കോളേജിൽ നിന്ന് യൂണിറ്റ് സമ്മേളനത്തിന് എന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. അവരെന്നെ വിളിച്ചു. അന്നത്തെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് നിസാർ എന്ന് പറഞ്ഞ ആൾ ആദ്യം ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ പട്ടാമ്പി കോളേജിൽ പോയി. യൂണിറ്റ് സമ്മേളനത്തിന് ചെന്നപ്പോഴാണ് സ്വാഗതം പറഞ്ഞ ഒരാളെ ഞാൻ ശ്രദ്ധിച്ചു. മനോഹരമായി പ്രസംഗിക്കുന്നു. ഞാൻ ആ പയ്യൻ്റെ അടുത്തുനിന്ന് അന്നും എല്ലാവരുടെ നിന്നും ഫോണൊന്നും കാലം 2002 സമയമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ വാങ്ങിച്ചെടുത്തു. അപ്പം നമ്മൾ അന്ന് മുതൽ എവിടെങ്കിലും ഒരു ടാലൻ്റ് ഉള്ള ഒരാളെ കണ്ടാൽ നമ്മൾ പൊക്കും. ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല. കണ്ടുപിടിക്കണം. ഈ ഒരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്താൽ ഈ ആളുടെ സാധനം ഉണ്ടല്ലോ, സംഭവം ഉണ്ടല്ലോ. നമ്പർ വാങ്ങിച്ചു. എനിക്കൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു, 9847438371. ആ കാലത്ത്, ഇപ്പോൾ ഇല്ല. ആ നമ്പർ ഞാൻ ഈ പുള്ളിക്കാരന് കൊടുത്തു. ഈ കുട്ടി എന്നെ വിളിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും, സംശയം ചോദിക്കും. അങ്ങനെ ഞാൻ പിന്നീട് അദ്ദേഹം അവിടെ കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയൊക്കെ ആയിട്ട് വിജയിച്ചു. പാലക്കാട് ജില്ലാ KSU കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ പാലക്കാട് KSU കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. ആ ആളിപ്പോൾ വടകര MP ആണ്, ഷാഫി പറമ്പിൽ. അദ്ദേഹത്തെ പിന്നെ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് ഇലക്ഷനിൽ കൂടെ ജയിച്ചു വന്നു. ഇനിയൊരു കാര്യമുണ്ട്. നമ്മൾ ഒരാളെ പിന്നെ ഉയർത്തിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉയരത്തൊന്നുമില്ല. നമ്മളൊരു അവസരമാണ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ കഠിനാധ്വാനവും അവരുടെ കഴിവുമാണ് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ KSU സംസ്ഥാന കമ്മിറ്റിയിലെ ഭാരവാഹികളായിരുന്നു VT ബൽറാം, മാത്യു കുഴൽനാടൻ, M ലിജു, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ. അപ്പോൾ ഹൈബിയും റോജി M ജോണും പഠിച്ചത് തേവര SH കോളേജിലാണ്. ഇവർ രണ്ടുപേരും അവിടെ കോളേജിൽ മത്സരിക്കുന്ന സമയത്ത് ഇവരെ കോളേജിലെ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കാൻ പോയത് അന്ന് KSU പ്രസിഡൻ്റായിരുന്ന ഞാനാണ്. എനിക്ക് അന്നേ ഇവരെ ഈ ഷാഫിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ നല്ല മിടുക്കന്മാരായ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരാണെന്ന് അന്നേ മനസ്സിലാക്കിയതാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയായിരുന്നു. ഹൈബി NSUവിൻ്റെ പ്രസിഡൻ്റായി, റോജി NSUവിൻ്റെ പ്രസിഡൻ്റായി, ഡീൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. എൻ്റെ കൂടെ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഡീൻ. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ജെബി മേത്തർ എൻ്റെ ഒപ്പം യൂത്ത് കോൺഗ്രസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അങ്ങനെ ഇവരെല്ലാം എൻ്റെ KSU ഞാൻ പ്രസിഡൻ്റായി വന്ന ആ ടീമിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. എൻ്റെ എന്തെങ്കിലും മിടുക്ക് ഞാനിതിൽ പറയുന്നില്ല. അവർക്കൊക്കെ തന്നെ നല്ല കഴിവുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് അവസരങ്ങൾ വന്നു. എൻ്റെ കമ്മിറ്റിയിലാണ് അവർക്ക് ആദ്യത്തെ ഒരു അവസരം കിട്ടുന്നത്. ഞാൻ പ്രസിഡൻ്റായ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടാണ്.
അവർ നന്നായി പെർഫോം ചെയ്തു, അവരെ ശ്രദ്ധിച്ചു, ലീഡർഷിപ്പ് ശ്രദ്ധിച്ചു, വേറെ വേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്തു, MLA-മാരായി, MP-മാരായി. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ 91 കുറേ നേതാക്കന്മാർ MLA-മാരായിട്ട് വന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K. ബാബു, ഡൊമിനിക് പ്രസൻറ്റേഷൻ, അങ്ങനെ കുറേ പേര് വന്നു. പിന്നീട് KC വേണുഗോപാൽ വന്നു. പിന്നെ VD സതീശൻ, TN പ്രതാപൻ, AP അനിൽകുമാർ, അങ്ങനെ കുറേ ചെറുപ്പക്കാർ നേതൃത്വം വന്നു. പിന്നെ ഞാൻ KSU പ്രസിഡൻ്റായിരുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് പിന്നെ MLA-മാരും MP-മാരുമായിട്ട് വന്ന ഈ ഹൈബി, ഡീന്, ഷാഫി, ബൽറാം, സനീഷ്, ഇപ്പോഴത്തെ ചാലക്കുടി MLA, അങ്ങനെ അവരെല്ലാം ഞങ്ങൾ ഒരുമിച്ചൊരു KSU ആയി വന്നവരാണ്. അപ്പം നമുക്ക് സന്തോഷമാണ്. ഇപ്പോഴും എവിടെയെങ്കിലും ഒരു നന്നായി പ്രസംഗിക്കുന്ന ഒരാളെ കണ്ടാൽ, നന്നായി പെരുമാറുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ കണ്ടാൽ നമ്മൾ നോട്ട് ചെയ്യും. എന്തെങ്കിലും രൂപത്തിൽ അവരെ സഹായിക്കാൻ കഴിയും. അവരെ സഹായിക്കുക ഇൻ ദ സെൻസ് അവർക്ക് ലീഡർഷിപ്പിൽ ഒരു സ്പേസ് എത്തിക്കാൻ എന്തെങ്കിലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളത് നോക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെയും ശ്രദ്ധിച്ചതുകൊണ്ടാണല്ലോ നമ്മളിവിടേക്ക് വന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് ഇല്ലാത്തത് ഇതാണ്. ഒരു രണ്ടാം നിരയുടെ ഒരു ശക്തി അവർക്കില്ല. ഇപ്പോൾ ഒരു ശക്തമായ രണ്ടാം നിരയെ പടുത്തുയർത്താൻ അവർക്കാകുന്നില്ല. പക്ഷേ UDF-ലേക്ക് വരികയാണെങ്കിൽ അത് ശക്തമായി തന്നെ മുന്നോട്ടുണ്ട്. UDF-ന്റെ രണ്ടാം നിര എന്ന് പറഞ്ഞാൽ എന്തൊരു നിരയാണ്. തീർച്ചയായും ഏത് രൂപത്തിലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരായ നേതാക്കന്മാരുടെ ഒരു വലിയ നിര. നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ അവർ ഉപയോഗിക്കാം. നല്ല പ്രാസംഗികർ, നല്ല പാർലമെൻറ്റേറിയൻസ്, നല്ല സംഘാടകർ, നല്ല ഡിബേറ്റർമാർ, നല്ല നേതാക്കൾ, സ്വീകാര്യതയുള്ളവർ. UDF-ന്റെ രണ്ടാം നിര അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രണ്ടാം നിര എന്ന് പറഞ്ഞാൽ സമ്പന്നമായ രണ്ടാം നിരയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പോലെയാണ്. ഒന്ന് മാറ്റിയാൽ അതെടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ റിസർവ് ബെഞ്ചിൽ ഇരിക്കുകയാണ്. നമ്മുടെ രണ്ടാം നിര ഇപ്പോൾ ആരും റിസർവ് ബെഞ്ചിലും ഇല്ല, എല്ലാവരും പ്ലേയിങ് 11-ലാണുള്ളത്. പ്ലേയിങ് 11-ലുള്ളവരാണ് എല്ലാവരും. റിസർവ് ബെഞ്ചിൽ അതിനേക്കാളും മിടുക്കന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ 4 തവണ ഇലക്ഷനെ നേരിട്ടിട്ടുണ്ട്. അതിലൊരു തവണ പരാജയമായിരുന്നു. ഒരു സമയത്ത് കേട്ടിരുന്നത് ഗ്രൂപ്പ് കളിച്ച് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെയാണ്. പക്ഷേ ആ തോൽവിയിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണോ ഇപ്പോൾ കുണ്ടറയിൽ സജീവമാണ്? സജീവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങറ്റം മുതൽ ഇങ്ങറ്റം മുതൽ ഓടിയെത്താൻ സാധിക്കുന്നുണ്ട്. തോൽവിയാണോ ഇതിനെല്ലാം കാരണമായത്? ആ തോൽവി ഒരു പാഠമാണ്. ആ തോൽവിയിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം എന്നോട് പലരും പറയുന്നുണ്ട്. കുണ്ടറയിൽ ഇങ്ങനെ അങ്ങ് നിൽക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയും അതാണ് എനിക്കൊരു രാഷ്ട്രീയത്തിലൊരു ബ്രേക്ക്, ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത സ്ഥലമാണ് കുണ്ടറക്കാർ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത ഇലക്ഷനിൽ ജയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, എന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരമെങ്കിലും കുണ്ടറയിലെത്തും. ഞാൻ ഈ 5 വർഷത്തിനിടയിൽ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല. ഒരു ബ്രേക്ക് എടുത്ത് എൻ്റെ കുടുംബമായിട്ടും എവിടെയും പോയിട്ടില്ല. മുഴുവൻ സമയവും ഞാൻ ചില സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും അത് കുണ്ടറയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മുഷിഞ്ഞ് ഞാൻ മെനക്കെട്ട് അത്രയും കൂടെ ഇരട്ടി 10 മണിക്കൂർ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് 20 മണിക്കൂർ ജോലി ചെയ്ത് ഇടക്കാലത്താണ്. പിന്നെ ഞാൻ പാർട്ടിയിൽ നിന്ന് ചുമതല എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ ഭംഗിയായി തെലങ്കാനയിലും കർണാടകത്തിലും നിറവേറ്റി ഞാൻ വീണ്ടും പൂർണ്ണ സമയം കുണ്ടറയുമായി ബന്ധപ്പെട്ട് നിന്നു. 2016 തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യമില്ല, അത് ഞാൻ വിട്ടു. ഞാനതിപ്പോൾ ചിന്തിക്കുന്നതേ ഇല്ല. എനിക്ക് അവിടുത്തെ ജനങ്ങളോട് സ്നേഹക്കുറവുമില്ല. കാരണം 2006 ആരാണെന്ന് അറിയാത്ത സമയത്ത് എന്നെ 26 വയസ്സുള്ള ഒരാളെ, മേൽവിലാസമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവിനെ ചവിട്ടാൻ ഇടം കൊടുത്ത മണ്ണായി ചെങ്ങന്നൂര് 26 വയസ്സേ ഉള്ളൂ എനിക്കന്ന്. ഞാൻ കേരള നിയമസഭയിൽ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആണ്. അന്ന് എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചവരല്ലേ അവർ. എനിക്ക് അവിടുത്തെ ജനങ്ങൾ എന്നെ തോൽപ്പിച്ചപ്പോൾ പോലും എനിക്ക് ദേഷ്യമില്ല അവരോട്. എന്നെ ആദ്യമായി ജയിപ്പിച്ചവരെന്നുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായി എൻ്റെ സ്വന്തം ജില്ലയിൽ, ഞാൻ ആലപ്പുഴയിൽ പോയി മത്സരിക്കുകയല്ലേ, എൻ്റെ ജില്ലയായിരുന്നില്ലല്ലോ, നമ്മുടെ സ്വന്തം ജില്ലയിൽ ശാസ്താംകോട്ട കോളേജിൽ പഠിച്ച കുട്ടികൾ, വെണ്ടാറ്റ് പഠിച്ച സുഹൃത്തുക്കൾ,
ബന്ധുക്കൾ, അറിയപ്പെടുന്നവർ, കൂട്ടുകാർ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ പ്രവർത്തിക്കാൻ ഉള്ള അവസരം കിട്ടി. സന്തോഷമായിട്ട് അത് കൊണ്ടുപോകുന്നു. കുണ്ടറക്കാർക്ക് ചോദിക്കേണ്ടി വരാത്ത ചോദ്യമാണ് നിങ്ങളുടെ MLA എവിടെ എന്ന്. അതെ, അയ്യോ, ഒരാൾക്ക് പോലും തിരിച്ചാ പറയുന്നത്. കല്യാണ വീട്ടിലും മരണ വീട്ടിലും കയറി ഇറങ്ങി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ CPM പ്രവർത്തകർ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്. ഇയാളെല്ലാം കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഉണ്ടല്ലോ. പോണം. നമ്മൾ സന്തോഷത്തിലും സുഖത്തിലും അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ദുഃഖത്തിലും അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിടെ ഉണ്ടെന്നാണ്. വർക്കാവുന്നുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും ഞാൻ ഉണ്ടാകുമെന്നാണല്ലോ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. അപ്പൊ ഞാൻ കല്യാണത്തിനും മരണത്തിനും പോകണം. സന്തോഷത്തിലും ദുഃഖത്തിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ MLA അവരുടെ ഭവനത്തിൽ ചെന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഇവർ പറയുന്ന പോലെയല്ല. നമ്മൾ ജനപ്രതിനിധികളുടെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രയാസം മറ്റൊരു പ്രൊഫഷനെയും പോലെയല്ല ഇത്. ഞാൻ ഇന്ന് രാവിലെ ഒരു വീട്ടിൽ പോയി. ഇന്ന് രാവിലെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുക്കൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാതാവും പിതാവും എൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയാണ്. ചെറുപ്പക്കാരനായ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ആ 401 സഹകരണ ബാങ്കിൻ്റെ മുമ്പ് വെച്ച് ബൈക്കിൽ ഒരു വാഹനം ഇടിച്ച് മരണപ്പെട്ടു. അപ്പം നമ്മൾ കയറുന്ന സ്ഥലത്തൊന്നും നമ്മൾ ഇങ്ങനത്തെ ജീവിതങ്ങളെയാണ് കാണുന്നത്. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണോ അത്? അവർ തകർന്ന് അടിഞ്ഞ് നമ്മുടെ മുമ്പിൽ നിന്ന് വാവിട്ട് കരയുന്നവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ വിറങ്ങലിച്ചിരിക്കണം. എത്രയോ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ സങ്കടങ്ങൾക്കിടയിൽ കൂടെ നമ്മൾ നടക്കുന്നത്. വേറൊരു പ്രൊഫഷനിലുള്ള ഒരാൾക്കും ഇതില്ല. അവർക്ക് ആ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജോലി മാത്രം ചെയ്താൽ മതി. പൊതുപ്രവർത്തകനോ, എൻ്റെ കാര്യം മാത്രമല്ല, ഏത് പാർട്ടിയുടെ MLA ആയിക്കോട്ടെ, രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, രാവിലെ പോയി ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഈ പ്രയാസങ്ങളുടെ ഇടയിൽ അത് കേട്ടും അത് കണ്ടും ആണ് പോകുന്നത്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ കല്യാണ വീട്ടിലും മരണ വീട്ടിലും എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. കാരണം ഞാനുണ്ടല്ലോ, ഇല്ലെന്ന് പറയില്ലല്ലോ. കഴിഞ്ഞ തവണ ഇവർ പറഞ്ഞതെന്താ, ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ ഇദ്ദേഹം ഇവിടുത്തുകാരനല്ല എന്നൊക്കെ പറഞ്ഞു. ഇനി ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഇയാൾ അധികമാണെന്നാണ് പറയുന്നത്, ഇത്ര വേണ്ടെന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിന് കുണ്ടറയ്ക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഞാനവിടെ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നു. വലിയ സംതൃപ്തിയുണ്ട്. ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് അത് ആ പരിപാടി കൊണ്ടുവന്നത്. നമ്മുടെ കുട്ടികൾക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ആകെ അവർക്ക് അറിയാവുന്നത് എൻജിനീയറിംഗ് എൻട്രൻസ്, MBBS, ഈ നീറ്റിൻ്റെ. രാജ്യത്ത് അല്ലാതെ ഒരുപാട് മത്സര പരീക്ഷകളുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ള പ്രവേശനം കിട്ടുന്ന. പക്ഷെ കൊച്ചുങ്ങൾക്കറിയില്ല. അപ്പം ഞാനതുകൊണ്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 16 ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ 16 ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഒന്നാമത് അംഗനവാടി മുതൽ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിലൊരു കണക്ട് കുണ്ടറ എന്നൊരു പ്രോഗ്രാം ഞാൻ കൊണ്ടുവന്നു. നമ്മുടെ സ്പീക്കർ ഷംസീറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ 16 ഹയർ സെക്കൻഡറി സ്കൂളിലും കുട്ടികൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുത്തു. ഓറിയൻറ്റേഷൻ നിർത്തിയില്ല, അത് സ്കൂളിൽ പോയി കൊടുത്തു. അപ്പോൾ ഒരു വർഷം ഒരു 10,000-2000 കുട്ടികൾ അതിൻ്റെ ഭാഗമായി. എന്നിട്ട് അവർക്കൊരു മോക്ക് എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ നടത്തി. 1000-1200 പിള്ളേർ അതിൽ പങ്കെടുത്തു. എല്ലാ വർഷവും പങ്കെടുക്കുന്നു. ആ എൻട്രൻസ് ടെസ്റ്റ്, നമ്മൾ നടന്ന എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകുന്ന ഒരു 400ഓളം പേര്, അവർക്ക് നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസിൻ്റെ പരിശീലനം നമ്മൾ കൊടുത്തു. MLA എന്ന നിലയിൽ ഞാൻ ഫാക്കൽറ്റിയെ വെച്ച് ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കി കൊടുത്തു. അതിൽ ആ കുട്ടികളെ നമ്മൾ എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവർക്ക് അതിൻ്റെ ടൈം പറഞ്ഞു. പലർക്കും സമയം പോലും അറിയത്തില്ല. ഇത് എപ്പോഴാണ് ഈ പരീക്ഷ, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനൊക്കെ നമ്മുടെ MLA ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ഇട്ട് കുട്ടികളെ വോളണ്ടിയേഴ്സിനെ ഇരുത്തി. അപ്പം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ കുട്ടികൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. എക്സാക്ട്ലി. എന്നിട്ട് അവരുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിട്ടാണ് മെയിലാണ് ഈ എൻട്രൻസ് വരുന്നത്. അതിന് എന്നിട്ട് അവർ പരീക്ഷ എഴുതി വെച്ചു. ഇപ്പം നമ്മളെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് JNU വരെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുണ്ട്. എനിക്ക് സന്തോഷമാണ് അത് കാണുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ, അവരെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ. അപ്പോൾ അത് അടുത്ത വർഷം മുതൽ അത് നമ്മളൊരു പെർമനൻ്റ് ഇതാക്കാൻ വേണ്ടി
CUT ക്ലബ്ബുകൾ തുടങ്ങി, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസിന് വേണ്ടിയിട്ട്. ഇപ്പം വീണ്ടും കുട്ടികൾ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിന് മുമ്പ് ഈ പരീക്ഷ അവർ കഴിഞ്ഞ ഉടനെ അവരുടെ ക്ലാസ് ഓഫ്ലൈനിലും തുടങ്ങും, ഓൺലൈനിലും. പിന്നെ ഒരു അവസാനത്തെ ഒരു 5-6 ദിവസം ഒരു ക്രാഷ് 5 days ഒരു പരിശീലനമൊക്കെ കൊടുക്കും. പിന്നെ 8ാം ക്ലാസ് മുതൽ നമ്മൾ കരിയർ കണക്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓരോ സബ്ജക്റ്റിലുമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അവരെ പഠിപ്പിക്കും 8 മുതൽ. അപ്പോൾ 8ാം ക്ലാസ് മുതലേ തന്നെ അറിയണം 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. ഒരു കേരളത്തിൽ ആദ്യമായിട്ട് കുട്ടികളുടെ സാഹിത്യോത്സവം നടത്തി, കുണ്ടറ ബുക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കുട്ടികൾ എഴുതുന്ന കുട്ടികളുണ്ട്, കവിത എഴുതുന്ന കുട്ടികളുണ്ട്, കഥ എഴുതുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് ഒരു സ്റ്റേജില്ല ഇതിനൊന്നും പെർഫോം ചെയ്യാൻ. സ്കൂൾ കലോത്സവത്തിൽ സ്കൂളിൽ നിന്ന് ഒരാൾ പോകുന്നു, അവിടെ ജയിച്ചാലേ ഉള്ളൂ ജില്ലയിലേക്ക്, അവിടെ ജയിച്ചാലേ മേലോട്ടുള്ളൂ. അപ്പോൾ അത് വളരെ കുറച്ച് കുട്ടികൾ, വളരെ പരിമിതമായ ഒരു എക്സ്പോഷറേ അവർക്ക് കിട്ടുന്നുള്ളൂ. എൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ബെന്യാമിൻ, വിനോയ് തോമസ്, സുഭാഷ് ചന്ദ്രൻ, മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാർ വന്ന് കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തി ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ അവരെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും കോൺക്ലേവ്സ് നടത്തി, കൊമേഴ്സിൽ കോൺക്ലേവ് നടത്തി, ഫിസിക്സിൽ കോൺക്ലേവ് നടത്തി. അങ്ങനെ കേരളത്തിന് തന്നെ മാതൃകയാകാൻ കഴിയുന്ന തരത്തിലുള്ള ഇതിനെല്ലാം നല്ല റെസ്പോൺസ് ഉണ്ടായി, ഗംഭീര റെസ്പോൺസ് ആയിരുന്നു എല്ലാത്തിനും. കുട്ടികളൊക്കെ എന്തോ കഴിവുള്ളവരാന്നുള്ളത് ഈ ഓരോ പ്രോഗ്രാമും കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ പ്രശ്നം നമ്മൾ അവരുടെ കഴിവിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നതിലാണ്. കുട്ടികളിലല്ല ഇവിടെ കുഴപ്പക്കാർ. നമ്മൾ അങ്ങോട്ട് പരാതിപ്പെടുകയാണ്. അവിടെയാണ് ഈ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ്. അതെ, എനിക്ക് 5 വർഷം നമ്മുടെ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ ഏറ്റവും നല്ല കാര്യം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ശരിയാണ്, റോഡ് വേണം, പാലം വേണം, മറ്റ് കെട്ടിടങ്ങൾ വേണം. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തേണ്ടത് എവിടെയാണ്? നമ്മുടെ കുട്ടികളിലാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ പ്രോഗ്രാം കുറച്ചുകൂടെ ഇപ്പം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി. കുട്ടികളുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ നല്ല ഒരു ധാരണ, എന്താണ് അവർക്ക് വേണ്ടതെന്ന്, അവർക്ക് വേണ്ടി വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി അത് മുന്നോട്ട് പോവുകയാണ്, പൂർത്തിയാക്കണം. കുണ്ടറയിലെ ഗതാഗത കുരുക്കിന് പള്ളിമുക്ക് മേൽപ്പാലം, അതിപ്പോൾ GAD അംഗീകരിച്ചു, 43 കോടിയുടെ ഭരണാനുമതി കിട്ടി, ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഏജൻസിയെ തീരുമാനിച്ചു, ഭൂമി ഏറ്റെടുക്കലിൻ്റെ നടപടി ആരംഭിച്ചു, 6-1 നോട്ടിഫിക്കേഷനായി. ഇനി പാലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. അത് എത്രയും വേഗം പൂർത്തിയാക്കണം. കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഞാൻ നിയമസഭയിലൊക്കെ നിരവധി തവണ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. നമ്മളൊരു പ്രതിപക്ഷ MLA ആണ്, നമുക്ക് തീരുമാനമെടുക്കാനോ ഫയലിൽ ഒപ്പിടാനോ പറ്റത്തില്ലല്ലോ MLA. അത് മന്ത്രിമാരാണ് ചെയ്യുന്നത്. 123 കോടി രൂപ പെരിനാട് ശുദ്ധജല പദ്ധതിക്ക് വേണ്ടിയിട്ട് വന്നു. അതിൻ്റെ പ്ലാന്റ് ടാങ്കൊക്കെ നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങി. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്. ഗവൺമെൻറ് ഭാഗത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഗവൺമെൻറ് മാത്രം കുറ്റക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സ്ലോ ആയി അത് ഫാസ്റ്റായിട്ടത് കുടിവെള്ളക്ഷാമം നമുക്ക് പരിഹരിക്കണം. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കളങ്ങളില്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു. 5 പഞ്ചായത്തിൽ ഓരോ കോടി രൂപ ഇത് അനുവദിച്ചു. 2 പഞ്ചായത്തിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. അത് എത്രയും വേഗം പൂർത്തിയാക്കണം. മറ്റ് 3 പഞ്ചായത്തിലൂടെ അനുവദിച്ച തുകയിൽ ഫാസ്റ്റായിട്ട് സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ച് കുട്ടികൾക്ക് കൈമാറണം. ഞാനിപ്പോൾ MLA കപ്പ് ഫുട്ബോളും MLA കപ്പ് ക്രിക്കറ്റും MLA കപ്പ് വോളിബോളും ഒക്കെ നടത്തി. അപ്പം ഇത് ഒരു സ്പോർട്സിൽ കുട്ടികൾക്ക് കൂടുതലൊരു താല്പര്യം വരാനാണ്. ഇപ്പോൾ ഈ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പോസിറ്റീവ് എൻഗേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്. സ്പോർട്സ് അതിൽ ഏറ്റവും നല്ലൊരു മരുന്നാണ്. മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ ബദൽ എന്ന് പറയുന്നത് സ്പോർട്സാണ്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഡോപ്പമീൻ കിട്ടുക. പിന്നെ അതുമാത്രമല്ല, ഇവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രധാനമാണല്ലോ. തീർച്ചയായും നിങ്ങൾക്ക് സ്പോർട്സിൽ ചാമ്പ്യൻ ആകണമെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ അവൻ പോയിട്ട് ഈ ലഹരി ഉപയോഗിക്കില്ല, കാരണം അവൻ്റെ കരിയർ പ്രധാനമാണല്ലോ. അപ്പോൾ സ്പോർട്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു ഫോക്കസ് ഏരിയയാണ്. അതെ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്, ചെയ്യാൻ പ്ലാൻ ഉള്ളത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കശുവണ്ടി ഫാക്ടറിയിലൊക്കെ പോകും. കൊല്ലത്തെ സംബന്ധിച്ചത് വളരെ പ്രധാനമാണ്. എല്ലാ കശുവണ്ടി ഫാക്ടറി മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തി, അല്ലാതെയും പോകും. പോകുമ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഈ ശമ്പളം നേരത്തെ
ക്യാഷായിട്ട് നേരിട്ട് തരുമായിരുന്നു. ഇപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ ഇടുകയാണ്. അപ്പം ഈ പല അമ്മമാർക്കും ഈ ATM കാർഡ് ഉപയോഗിച്ച് ഇതെടുക്കുന്നൊന്നും അറിയില്ല. അപ്പം ചിലരെയൊക്കെ കൊടുത്തു, വീട്ടിലൊക്കെ തന്നെ കൊടുത്തൊക്കെ വിടേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞു അത് ഒഴിവാക്കണം, പഴയതുപോലെ തന്നെ ക്യാഷ് നേരിട്ട് തരണം. അപ്പം ഞാൻ അതിൽ നിന്ന് ക്യാഷ് നേരിട്ട് തരിക എന്നതിലേക്കല്ല എൻ്റെ ചിന്ത പോയത്. ഇത്തരം ബേസിക് ആയിട്ടുള്ള ഈ ആധുനിക കാലത്തെ ഓൺലൈൻ തരത്തിലുള്ള സാമ്പത്തിക സാക്ഷരത, ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ബേസിക് അറിവ് ഇവർക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എളമ്പള്ളൂർ പഞ്ചായത്തിൽ കുടുംബശ്രീയായിട്ട് ചേർന്നിട്ട് ഒരു ശ്രീ പ്രോഗ്രാം തുടങ്ങി. ഇവരെ ഇങ്ങോട്ടൊന്നും വിളിച്ചില്ല, അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. ഇവരെല്ലാ ഞായറാഴ്ചയും കുടുംബശ്രീയുടെ യോഗമുണ്ട്. ഞാൻ DKM ആർട്സ് കോളേജിലെയും കുണ്ട്ര IHRD കോളേജിലെയും കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത കുട്ടികൾ, വോളണ്ടിയർമാർ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈ കുടുംബശ്രീ യോഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരുടെ ഫോണിൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അവരെ പഠിപ്പിച്ച് അവരെ ശരിയാക്കി എടുക്കുന്നത്. ശ്രീ നമ്മൾ പേരിട്ട് ആ പ്രോഗ്രാം ഈ മറ്റു പഞ്ചായത്തുകളിലെ കൂടെ എനിക്ക് വ്യാപിപ്പിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ്. അതെ. അപ്പോൾ കൊല്ലം ജില്ലയെ പറ്റി എന്താണ് പറയാനുള്ളത്? കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് കൊല്ലം ജില്ലയെ പറ്റി. കൊല്ലത്തെക്കുറിച്ചുള്ള ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റായ വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ്. കൊല്ലത്തുകാരെല്ലാം ആക്രമകാരികളാണ്, പപ്പടത്തിന് വേണ്ടി അടിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ കൊല്ലം വലിയ ഒരു പാരമ്പര്യമുള്ള നഗരമാണ്, നല്ല മനുഷ്യരാണ്, എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വനം ഉണ്ട്, കിഴക്കോട്ട് പോയാൽ പുനലൂർ, പത്തനാപുരം ഒക്കെ. ഇവിടെ കടലുണ്ട്, കശുവണ്ടിയുണ്ട്, കയറുണ്ട്. അപ്പോൾ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. സാംസ്കാരികമായിട്ടും വളരെ നല്ല, ചലച്ചിത്ര രംഗത്തൊക്കെ ആണെങ്കിൽ പോലും കൊട്ടാരക്കര ശ്രീധരൻ നായരും ജയനും അടക്കമുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ കഥകളിയുടെ ആദ്യ രൂപങ്ങൾ വന്ന സ്ഥലമാണ്. ONV കുറുപ്പിൻ്റെ നാടാണ്, ദേവരായ മാഷിൻ്റെ നാടാണ്. അങ്ങനെയുള്ള ഒരു വലിയ ചരിത്രമുള്ള, പാരമ്പര്യമുള്ള, സംസ്കാര സമ്പന്നമായ ഒരു പ്രദേശമാണ് കൊല്ലം. അപ്പോൾ അതുകൊണ്ട് കൊല്ലത്തെക്കുറിച്ച് ഈ പുതിയ കാല സോഷ്യൽ മീഡിയ പിന്നെ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ ശരിയല്ല. നല്ല സ്നേഹിക്കുന്ന, നല്ല മനുഷ്യരുള്ള ഒരു നാടാണ്. അപ്പോൾ അത് വീണ്ടും വരുന്നുണ്ട്. അതിനകത്ത് കൊല്ലത്തിൻ്റെ പോസിറ്റീവായ കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഇപ്പോൾ സിനിമകളൊക്കെ ഇഷ്ടം പോലെ സിനിമകൾ കൊല്ലത്തേക്ക് വരികയാണ്. ഇപ്പം കഴിഞ്ഞ തവണ വന്നൊരു ഹിറ്റായ പൊന്മാനൊക്കെ അടക്കമുള്ളത് നമ്മുടെ മൺട്രോത്തുരുത്തും കുണ്ട്രയും ഒക്കെ ആണ് അതിനകത്ത് വരുന്നത്. ഇപ്പം ജ്യോതിഷിൻ്റെ തന്നെ പൊന്മാൻ ചെയ്ത ജ്യോതിഷ് തന്നെ ഒരു പുതിയ, എനിക്കത് പുറത്ത് പറയുന്ന സ്റ്റേജ് ആയെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് അവർക്ക് പുതിയ സിനിമ വരാൻ പോവുകയാണ്. ടിനു പാപ്പച്ചൻ്റെ സിനിമ ഏതാണ്ട് ഇത് കൊല്ലം കഥയാണ്. അത് പൂർത്തിയായി, ഷൂട്ടിംഗ് ഏതാണ്ട് പൂർത്തിയായി. നമ്മുടെ ടിനു പാപ്പച്ചൻ അത് കൊല്ലമാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമകളിൽ കൂടെയൊക്കെ കൊല്ലത്തിൻ്റെ ശരിയായ മുഖം പുറത്തേക്ക് വരട്ടെ, നാട്ടുകാർ കാണട്ടെ. മൺട്രോത്തുരുത്തിൻ്റെ ടൂറിസത്തെ തന്നെ എന്തുമാത്രം സഹായിച്ചു പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. ഇത്രയും മനോഹരമായ സ്ഥലം എവിടെയാണെന്ന് ആളുകൾ അന്വേഷിക്കില്ലേ പടം കണ്ടതിന് ശേഷം? പ്രത്യേകിച്ച് OTT-യിലൊക്കെ വന്നപ്പോഴത്തേക്കും നോർത്തിലൊക്കെ ആൾക്കാർ കണ്ടല്ലോ പടം. OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല ചിത്രങ്ങളിലൊന്നായിരുന്നു പൊന്മാൻ. ബേസിലിൻ്റെ തന്നെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നായിരുന്നു PP അജേഷ്. അതെ, അതുകൊണ്ട് ഇനി കൊല്ലത്തിൻ്റെ നല്ല കാലമായിരിക്കും വരേണ്ടത്. അതെ, സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് താങ്കൾ. എല്ലാ സിനിമകളും വിടാതെ കാണാറുണ്ടോ? ഞാൻ എല്ലാ സിനിമയും കാണും. അതിനും സമയം കണ്ടെത്താറുണ്ട്? കാണും. അതെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പലപ്പോഴും പറ്റത്തില്ല. പക്ഷെ എന്നാലും സെക്കൻഡ് ഷോയ്ക്കൊക്കെ നമുക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എല്ലാ പണിയും 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരുന്ന ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഷോയ്ക്ക് ഒക്കെ പോയി. ഇപ്പോൾ ഈ മാളിലൊക്കെ സിനിമാ തിയേറ്റർ സ്ക്രീൻ വന്നപ്പോഴത്തേക്കും 11:30-ക്കൊക്കെ ഷോ ഉണ്ട്. മുമ്പൊക്കെ 9:30-ക്കൊക്കെ തീരും ലാസ്റ്റ് ഷോ. ഇപ്പോൾ 11:30-ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയി സിനിമ കാണാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ട് യാത്രയ്ക്കിടയിൽ
പിന്നെ കാണും. അങ്ങനെ ഞാൻ സിനിമ നന്നായിട്ട് ഞാൻ 2000 മുതൽ മുടങ്ങാതെ IFFKയിൽ ഡെലിഗേറ്റായി പോയി പടം കാണുന്ന ആളാണ്. ഈ IFFKയിലും പോയി ഒരു 6-7 പടം കണ്ടു. അതിനെല്ലാം സമയം കണ്ടെത്താറുണ്ട്. പറ്റൂന്നേ, സമയമില്ലെന്നൊക്കെ ആളുകൾ പറയുന്നു, വെറുതെ പറയുന്നതാണ്. അതെ, നമുക്കൊരു സിനിമ കാണാല് IFFK നമുക്കറിയാമല്ലോ, ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിലായിരിക്കും IFFK എല്ലാ വർഷവും വരുന്നത്. ഗോവയിലെ പനോരമ കഴിഞ്ഞ് IFFI കഴിയുമ്പം ഇവിടുത്തെ IFFK ആവും. അപ്പം നമ്മളൊരു 3 ദിവസം, ആദ്യത്തെ ദിവസം പോകത്തില്ല, ആ ദിവസം പോയി ഇനാഗുറൽ മൂവി കാണും, കണ്ടിട്ട് പിന്നെ 2 ദിവസം പോകത്തില്ല. കാരണം 3-ാമത്തെ ദിവസം ചെല്ലുമ്പോഴത്തേക്കും നല്ല സിനിമകളുടെയൊക്കെ സെക്കൻഡ് സ്ക്രീനിങ് മനസ്സിലാവും, ഒരു തവണ കണ്ടവർ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് 2-3 ദിവസം അവിടെ നിന്ന് എല്ലാ പടവും കൂടെ ഒറ്റയടിക്ക് കണ്ടിട്ടിങ്ങ് പോരും. അതെ. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുണ്ട്. BJPയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നല്ല മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. LDFിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പറയുകയേ വേണ്ട, PR വർക്കുകൾ നന്നായി നടക്കുന്നുണ്ട്. UDF ഈ ഒരു കാര്യത്തിൽ പിന്നോട്ടാണോ? ഒന്ന്, അവരുടെ കയ്യിൽ 2 കൂട്ടരുടെയും കയ്യിലുള്ളതിൻ്റെ അത്രയും പണം ഇത്തരം കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. ഞങ്ങൾ 10 കൊല്ലമായിട്ട് അധികാരമൊന്നുമില്ല, കേന്ദ്രത്തിലുമില്ല. ഇപ്പം അധികാരം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം തന്നെ ഖജനാവിലെ പണം തന്നെ ഉപയോഗിച്ച് PR നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് തന്നെ അങ്ങോട്ട് പൈസ കൊടുത്ത് പഴയ രീതിയല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ 2-3 പ്രശസ്ത ചലച്ചിത്ര താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ, അവർ ജഡ്ജിമാരായിട്ടിരിക്കുകയാണ്. മഞ്ജു പിള്ള, കോട്ടയം നസീറൊക്കെ ഇരിക്കുന്ന അതിൽ അവതാരികയായിട്ടൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നിന്നിട്ട് കിഫ്ബിയെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ഷോയുടെ പേര് അമൃതയിലെ പ്രോഗ്രാമാണ് ആണെന്ന് തോന്നുന്നു. വീട് വെച്ച് നൽകുന്നതിനെ പറ്റി അല്ല, ഓരോ ദിവസവും റോഡിനെ കുറിച്ചാണ്. ഒരു ദിവസം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല. ഈ റിയാലിറ്റി ഷോയുടെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഈ റിയാലിറ്റി ഷോയിൽ ഒരു 5 മിനിറ്റ് സർക്കാരിൻ്റെ കിഫ്ബിയെക്കുറിച്ച് പറയണം, സർക്കാരിൻ്റെ ലൈഫിനെ കുറിച്ച് പറയണം, സർക്കാരിൻ്റെ എന്നതിനെ കുറിച്ച് പറയണം. ഇങ്ങനത്തെ PR നിങ്ങളെ ഒന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പരിപാടിയുടെ ഇടയ്ക്ക് PRDയുടെ ഒരു പരസ്യം കാണിക്കുന്നതല്ലേ. അതേസമയം ഇൻഡയറക്റ്റായിട്ട് പൈസ കൊടുത്തിട്ട് ഈ ആളുകളെ കൊണ്ട്, ഈ നടന്മാരെ കൊണ്ട്, നടിമാരെ കൊണ്ടൊക്കെ ഈവൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കാണാതെ പഠിച്ച് പറയുന്നു. അത് സ്ക്രീനിൽ വരും, നോക്കി കൊടുത്തില്ലേ, അത് നോക്കിയിട്ട് പറയാമല്ലോ. അവരിങ്ങനെ പറയുകയാണ്. അത് ശരിയല്ല. കാരണം ജനങ്ങളുടെ പൈസയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് തന്നെ പത്രങ്ങളിലെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്ന പരസ്യം കൊടുത്തേക്കാം. അതിനും പൈസ ആരാ കൊടുക്കേണ്ടത്? ഖജനാവിലെ പണം. PRD പരസ്യം കൊടുക്കുന്ന പൈസ ആരുടെ? ഖജനാവിലെ പണം എടുക്കുകയാണ്. സീരിയലിൽ നടക്കുമ്പോൾ അതിലൊരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഡയലോഗായിട്ട് പറയുകയാണ്. അല്ലാതെ സീരിയലിൻ്റെ ഇടയ്ക്ക് പരസ്യം കാണിക്കുകയല്ല. ഞങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾക്ക് സീരിയൽ കാണുന്നതിന്? അതല്ല നമ്മുടെ പ്രശ്നം. എന്താ, നിങ്ങൾ പൊതു ഖജനാവിൽ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയും 18 മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത നിർമ്മാണ തൊഴിലാളിയും അവൻ്റെ വിയർപ്പിൻ്റെ അംശമായിട്ട് കൊടുക്കുന്ന നികുതി എടുത്ത് നിങ്ങളുടെ ഈ പൊളിഞ്ഞു പാളീസായ സർക്കാരിൻ്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യമില്ല. മമ്മൂട്ടി മോഹൻലാലും മഞ്ജു വാര്യരുടെ ഒരുമിച്ച് വന്നിട്ട് ഈ സർക്കാർ കൊള്ളാമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റ് ചെയ്യുന്നതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഒരു തല്ലിപ്പൊളി പ്രോഡക്റ്റ് നിങ്ങളിനി ഷാരൂഖ് ഖാനും അമീർ ഖാനും സൽമാൻ ഖാനും കൂടെ എന്ന് പറഞ്ഞാൽ ആൾ വാങ്ങിക്കത്തില്ല. ആ പ്രോഡക്റ്റ് അത്ര മോശമാണെങ്കിൽ ആൾ പരസ്യം കൊണ്ട് നിൽക്കില്ല. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലെന്ന് പറയുന്ന പോലെ പരസ്യത്തിനൊക്കെ ഒരു പരിധിയില്ലേ. അതുകൊണ്ട് ഇത് എക്സസ് ആണ്. ഇത് വിജയിക്കാനും പോകുന്നില്ല. ഞങ്ങളതുകൊണ്ട് അതിനകത്ത് യാതൊരു ആശങ്കയില്ല. ഈ പരസ്യമെല്ലാം അവിടെ കണ്ട് ഇപ്പോൾ അമൃത TV പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏഷ്യാനെറ്റിൽ പറഞ്ഞു, അല്ലെങ്കിൽ 24 പറഞ്ഞു, റിപ്പോർട്ടറിൽ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. കാരണം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ജനം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? ഇത് പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു ധൂർത്താണ് ഈ പരസ്യം. അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം കാണാതായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും തിരിച്ചെത്തുന്നു. പുറത്തിറങ്ങി എന്ന പോസ്റ്റൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഒരു വേദിയിൽ ഗായികയായ അഞ്ജു ജോസഫ് നിന്ന് പറയുകയാണ്, UK-യേക്കാളും ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ആരോഗ്യ മേഖല ഇപ്പോഴും നമ്പർ 1 ആണ്. അതിനെ പിടിച്ചു നിർത്തുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് അത്രമേൽ മികച്ചതാണെന്ന് തന്നെയാണോ? അഞ്ജു ജോസഫ് അല്ലേ പാട്ടുകാരി? അതെ. ഇത് പറയുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീട്ടമ്മയുണ്ട്. ആ വീട്ടമ്മയുടെ പേര് സിന്ധു എന്നാണ്.
അവരുടെ വീട് ചവറയിലാണ്. അവരിത് കേൾക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ചതാണ്. അവരുടെ ഭർത്താവ് വേണു നെഞ്ചുവേദന വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി 5 ദിവസം തറയിൽ കിടത്തി. ഒരു ചികിത്സയും കിട്ടാതെ മരിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരനായ അൻവർ സാദത്തിന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വോയിസ് റെക്കോർഡ് നീ പുറത്തു വിടണമെന്ന് പറഞ്ഞ വേണു. ഒരു നായക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് കിട്ടിയിട്ടില്ല സ്നേഹിത, എലിവിലിൽ അകപ്പെട്ട പോലെ ഞാൻ അകപ്പെട്ടു പോയി എന്ന് പറഞ്ഞ വേണു മണിക്കൂറുകൾക്കകം മരണപ്പെട്ടു. അൻവർ സാദത്തിന് മെസ്സേജ് കിട്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടു. ടി വിയിൽ അഞ്ജു ജോസഫ് വീണ ജോർജിനെക്കുറിച്ചും ആരോഗ്യവകുപ്പിനെക്കുറിച്ചും ഇത് പറയുമ്പോൾ വേണുവിൻ്റെ ഭാര്യ ഇത് കേൾക്കുന്നുണ്ട്. പാലക്കാട്ടൊരു കുഞ്ഞിന് കൈ പോയായിരുന്നു. വിനോദിനിയുടെ അമ്മയും ഇത് ഈ അഞ്ജു ജോസഫ് കേരളം മികച്ചതാണ് എന്ന് പറയുന്നത് ടി വിയിലായതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ, കാണുന്നുണ്ട്. 5 കൊല്ലം കത്രികയും കൊണ്ട് ജീവിച്ച ഹർഷീന ഇത് കാണുന്നുണ്ട്. വെളപ്പിൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച ബിസ്മീറിൻ്റെ ഭാര്യ ഈ ടി വി കാണുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. ICUവിൽ അവിടുത്തെ ജീവനക്കാരനാൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയുണ്ട്. ICUവിൽ ഒരാൾ റേപ്പിന് വിധേയമാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അറ്റംപ്റ്റിന് വിധേയമാവുക എന്ന് പറഞ്ഞാൽ അവിടെ നീതി കിട്ടാത്ത ആ സഹോദരി ഈ ലോക മാതൃകയെക്കുറിച്ചുള്ള വർത്തമാനം കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് പറയാൻ കാര്യം, ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇല്ലാത്തതാണെന്ന് അറിയാവുന്ന ആളുകൾക്ക് സർക്കാരിനോടുള്ള സാധാരണ ഉണ്ടാകുന്ന വിരോധത്തിനേക്കാൾ കൂടിയ വിരോധം ഉണ്ടാകും എന്നുള്ളതാണ് ഈ PR ബാക്ക് ഫയർ ചെയ്യും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതെ, അത് സെലിബ്രിറ്റീസിന് പക്ഷേ ഒരു പക്ഷേ മനസ്സിലായി കാണത്തില്ല. സെലിബ്രിറ്റികളൊന്നും അല്ലാത്ത സാധാരണക്കാരൻ്റെ ഇടയിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്ക് അത് മനസ്സിലാവും. അതെ, പക്ഷേ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും? ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ 1 2 3 5 10 അല്ലേ? 100 കണക്കിനാവുന്നതിന് ഒറ്റപ്പെട്ടെന്ന് ആരെങ്കിലും പറയുമോ? പറയാൻ കഴിയില്ല. അതെ, അപ്പോൾ ജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അത് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്തയാകുന്നില്ല. എനിക്ക് തോന്നുന്നു തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഏറെക്കുറെ ഒരു സൈഡിലേക്കായിരിക്കുന്നു ആ സംഭവം. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ UDF? ആരും ആയുധമാക്കണ്ട. മാധ്യമങ്ങൾ മറ്റു വാർത്തകൾ കൊണ്ടുവന്ന് ഈ കാര്യം പറയുന്നില്ല എന്നതേ ഉള്ളൂ. ജനങ്ങൾ മറക്കൂ. ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ കട്ടളയും കഥകും ദ്വാരപാലക വിഗ്രഹവും കൊള്ള നടത്തുന്നത് മാത്രമല്ല, അത് വിൽപ്പന ചരക്കാക്കി സിനിമാ നടന്മാരുടെയും നടിമാരുടെയും വലിയ വ്യവസായികളുടെ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തി അതിൻ്റെ പവിത്രതയില്ലാതെയാക്കി എല്ലാം ചെയ്ത ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് സംരക്ഷിക്കുന്ന കൊള്ളസംഘം, ഇവരോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിനൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. മാധ്യമങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല എന്നതിൻ്റെ പേരിൽ ജനം മറന്നു എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ഓർമ്മശക്തി എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് ഭരിക്കുന്നവർ അല്ലെങ്കിൽ ഭരിച്ചവർ മനസ്സിലാക്കാനും വേണ്ടി കൂടി പോകുന്ന ഒരു ഇലക്ഷനായിട്ട് ഈ ഇലക്ഷൻ മാറും എന്നുള്ള കാര്യത്തിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള സമാനതകളില്ലാത്ത കൊള്ളയാണ്. എന്തും ചെയ്യാം എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കാണാം ഈ കൊള്ള. എന്തൊരു ധൈര്യമാണ്. അത് കഴിഞ്ഞ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പോ. അതെ, മറ്റേ കട്ടപ്പനയിലെ ഋതിക് റോഷൻ്റെ സിനിമയിൽ മറ്റേ വിഷ്ണു നികുഷിൻ്റെ കഥാപാത്രം പറയത്തില്ലേ, ദാരിദ്ര്യം. ഈ അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ദാരിദ്ര്യമുള്ള അഴിമതി. കട്ടിൽ വാങ്ങിച്ച് ഇവർക്ക് എന്ത് 1,10,000 രൂപയുടെ കട്ടിൽ വാങ്ങിച്ച് അതിനകത്ത് അഴിമതി നടത്തുക. പഴയിടം തമ്പൂരിയുടെ സദ്യ നടത്തിയിട്ട് 600 പേർക്ക് കൊടുത്തിട്ട് 6,000 പേര് സദ്യ കഴിച്ചു പറഞ്ഞിട്ട് കള്ളക്കണക്കുണ്ടാക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, അഴിമതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച അഴിമതി നടത്തുന്ന ഒരു സർക്കാർ, ഇതൊക്കെ ആളുകൾ മറക്കുമെന്നാണോ കരുതുന്നത്? ആളുകളൊന്നും മറക്കില്ല. അതെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് തൊട്ട് മുൻപ് ഇറങ്ങിയ പോറ്റിയെ കയറ്റിയെ പോലുള്ള ഗാനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമോ, ഉണ്ടാകുമോ? അത് ഞാൻ യഥാർത്ഥത്തിൽ ആ പാട്ട് ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം ഡൽഹിയിൽ ഞാനാണ് പാടിയത്. കേരള ഹൗസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ എന്നോട് നേരത്തെ മേഘ ചോദിച്ചല്ലോ, ഈ PR BJPയും CPM നടത്തുന്നു,
ഇത് സമാനമായൊരു ചോദ്യം അവിടെ ഉണ്ടായി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ക്രമസമാധാന തകർച്ച, സ്വർണ്ണക്കൊള്ള, ഞങ്ങൾ കൊണ്ടുവന്ന പല വിഷയങ്ങളിൽ ഒന്നാണ് സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു പാട്ട് ഞങ്ങളെ സഹായിച്ചു. ഈ പാട്ട് എഴുതിയത് ആരാന്ന് ഞങ്ങൾക്കറിയില്ല, ഈ പാട്ട് പാടിയ ആളെ ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഈ പാട്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ സഹായമായി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പാട്ട് 4 വരി പാടി. ഇത് പാടി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ ഈ എഴുതിയ ആളെ അന്വേഷിച്ച് പോയി. അപ്പോൾ കുഞ്ഞ് അബ്ദുള്ള എന്ന് പറഞ്ഞ ഖത്തറിലുള്ളൊരു പ്രവാസി ആണ്. അദ്ദേഹത്തിന് ഗൾഫിലുള്ള മാധ്യമങ്ങൾ ഇൻ്റർവ്യൂ ചോദിച്ചു, അദ്ദേഹം കൊടുത്തു. പാടിയ പയ്യൻ ഡാനിഷ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറംകാരനാണ്. അവനെ കണ്ടുപിടിച്ചു, അവൻ്റെ സ്റ്റുഡിയോയിൽ ചെന്നു, അവിടെ ഇൻ്റർവ്യൂ ഒക്കെ ആയി. അങ്ങനെ പാട്ട് പാടിയ ആളും എഴുതിയ ആളും എല്ലാം പ്രശസ്തരായി, പാട്ട് വൈറലായി. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു ചൈനക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഈ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ട്, ചൈനക്കാരനാണ് പാടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ചൈനയിൽ വരെ ഈ പാട്ട് എത്തി. അതിനൊരു ചെറിയ കാരണക്കാരനായിട്ട് ഞാനും മാറി. അപ്പോൾ അതേപോലെ ഈ തെരഞ്ഞെടുപ്പിലും ചിലപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധത്തെ രേഖപ്പെടുത്തുന്ന ഇതുപോലത്തുള്ള കലാപരമായ സൃഷ്ടികൾ, പാട്ടാകാം, നാടകമാകാം, വന്നുകൂടുന്നില്ല. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ടത് വരത്തില്ല എന്ന് പറയാൻ കഴിയില്ല, വന്നേക്കും. അതെ, ഇപ്പോൾ SFIയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയം കുത്തിനിറയ്ക്കാൻ ഈ പാട്ടുകൾക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ SFIക്കാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറേ പാട്ടുകളുണ്ട്. ഈ പാട്ട് കേട്ട് വളരെ ആവേശം കൊണ്ട് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ KSUവിലും ഒരു വലിയൊരു ഇടിച്ചുകയറ്റം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ശരിയായ ചോദ്യമാണ്, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണ്. കാരണം കലയ്ക്ക്, സംസ്കാരത്തിന്, സംഗീതത്തിനൊക്കെ വലിയ തോതിൽ ഇപ്പം തെലങ്കാന മൂവ്മെൻറ്റ്, ഗദ്ദറിൻ്റെ പാട്ട് ആ മൂവ്മെൻറ്റിനെ എത്രമേൽ സഹായിച്ചിട്ടുണ്ട്. ഗദ്ദർ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു മുഖമായി മാറിയത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വഴിയാണ്. എനിക്ക് അദ്ദേഹമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്ന സമയത്ത് അവസരം ഉണ്ടായിട്ടുണ്ട്. അവസാന കാലങ്ങളിൽ മരണപ്പെട്ടു. ഇതിൻ്റെ മകളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ കഴിഞ്ഞ അസംബ്ലിയിൽ. ഇപ്പോൾ KPSC കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആദ്യകാലത്ത് അവരുടെ നാടകങ്ങൾ ഒക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ആദ്യകാലത്ത് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് നാടകങ്ങൾ. അപ്പോൾ നാടകത്തിന്, സംഗീതത്തിന് ഒക്കെ ആളുകളെ പല രൂപത്തിൽ സ്വാധീനിക്കാൻ കഴിയും. തീർച്ചയായും അത് KSU ആണെങ്കിലും കോൺഗ്രസിൻ്റെ മറ്റ് സംഘടനകളാണെങ്കിലും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ശ്രദ്ധിക്കണം. അതെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തരംഗമുണ്ടാക്കിയതിന് ശേഷം ഇടത് സൈബർ ഹാൻഡിലുകൾ, CPM പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഇനി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ കൂട്ടത്തല്ലാണ്, തമ്മിലടിയാണ്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, അവർ തന്നെ തമ്മിലടിച്ച് നശിച്ചോളും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്നൊക്കെ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ ഈ പറഞ്ഞ കൂട്ടത്തല്ല് പ്രതീക്ഷിക്കാമോ? പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും ആയില്ലല്ലോ. അത് കഴിഞ്ഞ ഉടനെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഒരു 1.5 മാസത്തിൽ അകത്തെ ഇലക്ഷൻ നടക്കും, 1-1.25 മാസം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 1.25 മാസത്തിനിടയിൽ വീണ്ടും ഒരു കൂട്ടത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് അവരുടെ ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ്. വേറൊന്നിലും അവർക്ക് പ്രതീക്ഷയില്ല. എന്താ കാര്യം? ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും മെച്ചം കൊണ്ട് അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവർ കാണുന്നത് കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി നമുക്കൊരു നേട്ടമുണ്ടാകും. അല്ലാതെ നമ്മുടെ എന്തെങ്കിലും കാര്യം കൊണ്ടൊരു നേട്ടം ഉണ്ടാകാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരവസാനത്തെ പ്രതീക്ഷ ഇതാണ് എന്ന നിലയിൽ വെച്ച് പുലർത്തുക. അതിനകത്ത് അവർക്ക് ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആ പ്രതീക്ഷ ആസ്ഥാനത്താണ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റോട് കൂടിയാണ് UDF വിജയിക്കുക? 100-ലധികം സീറ്റ്, 100-നും 110-നും ഇടയിൽ സീറ്റിൽ UDF അധികാരത്തിൽ വരും. ഞാൻ മേഘയെയും അതുപോലെ രോഹിത്തിനെയും ഈ ചാനലിൻ്റെ പ്രവർത്തകരെയെല്ലാം മെയ് മാസം 2-ാം വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന UDFൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക്
അഡ്വാൻസ് ആയിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളെല്ലാവരും വരണം. ഇത് തന്നെയാണ് ആത്മവിശ്വാസവും. എനിക്ക് തോന്നുന്നു UDF-ലുള്ള എല്ലാവരുടെയും, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആത്മവിശ്വാസം ഇത് തന്നെയാണ്. അതൊരു ചെറിയ പ്രവർത്തകനോട് ചോദിച്ചാൽ പോലും പറയുന്നത് ഇത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആരോട് ചോദിച്ചാലും അവർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അത് പറയാൻ പറ്റുന്നത് ഇപ്പോൾ UDF-കാർക്ക് മാത്രമാണ്. അറിയാമെങ്കിലും LDF-കാർക്ക് അത് പുറത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരത് പുറത്ത് പറയുന്നില്ല. അവർ തോറ്റു പോകുന്ന അവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അവർ പറയുന്നില്ല എന്നുള്ളത്. പക്ഷേ അവരും ഇത് അറിയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതെ. അപ്പോൾ ചില കോൺഗ്രസ് നേതാക്കളോട് അല്ലെങ്കിൽ KSU നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ ആദ്യ പ്രണയം KSU ആയിരുന്നു, എൻ്റെ ആദ്യ പ്രണയം യൂത്ത് കോൺഗ്രസ് ആയിരുന്നു എന്നൊക്കെയാണ്. MLA പറ്റി ചോദിക്കുകയാണെങ്കിൽ പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ പ്രണയം തന്നത്. പ്രസ്ഥാനം തന്ന പ്രണയമാണ് ഒപ്പമുള്ളത്. ആ പ്രണയത്തെ പറ്റി ഞാൻ ഈ പറഞ്ഞ പോലെയാണ് അവിടേക്ക് എത്തിയത്. അങ്ങനെ തന്നെയാണ്. കാരണം 2005 ഒരു AICC ഒരു ദണ്ഡി അനുസ്മരണ യാത്ര സംഘടിപ്പിച്ചു. അതായത് മഹാത്മാഗാന്ധി സാബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ യാത്രയുടെ 75-ാം വാർഷികം 2005. അപ്പം ഞാൻ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 35 പേര് സ്ഥിരം യാത്രക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഗാന്ധിജിയുടെ കൂടെ 35 സ്ഥിരം യാത്രക്കാരുണ്ടായിരുന്നു, 41 സ്ഥിരം യാത്രക്കാർ, 35 വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു അവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷൻ AICC നടത്തിയപ്പം എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇനി വലിയൊരു അവസരവും ഭാഗ്യവുമാണ്. അപ്പോൾ അങ്ങനെ ആ യാത്രയിൽ ആണ് ഞാനിപ്പോൾ കനകയെ കാണുന്നതും. കനക പൊളിറ്റിക്കലായിട്ടുള്ള ഭാഗമായിട്ട് വന്നതല്ല. ആ യാത്ര 2 സംഘാടകരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും 2 മഹാത്മാഗാന്ധി ഫൗണ്ടേഷനും. മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ തുഷാർ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനകത്ത് എഴുത്തുകാർ, കവികൾ, ചലച്ചിത്ര പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരൊക്കെയാണ് മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ്റെ ഭാഗമായി യാത്രയിൽ സ്ഥിരാംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കനക കന്നഡയിൽ ആ സമയത്ത് അറിയപ്പെടുന്ന കവിയാണ്. അങ്ങനെ വന്നതാണ്. ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു, നടന്നു. നടപ്പ് അവസാനിച്ചിട്ടില്ല, നടപ്പ് തുടരുകയാണ്. ബാക്കിയുള്ളവരുടെ നടപ്പ് സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്ത് വെച്ച് അവസാനിച്ചു. നമ്മൾ അവിടുന്ന് പിന്നെ നടക്കാൻ തീരുമാനിച്ചു. അതങ്ങനെ സഫലമായി മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളിൽ ഒപ്പം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? തീരുമാനങ്ങളിലൊന്നും വരില്ല. അങ്ങനെ ഈ ഡേ ടു ഡേ പൊളിറ്റിക്സോ പാർട്ടി പൊളിറ്റിക്സിലോ ഒന്നും ഇൻവോൾവ് ചെയ്യാറില്ല, ഇടപെടാറില്ല. പക്ഷേ പൊതുകാര്യങ്ങളെല്ലാം അറിയുകയും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും, വീട്ടിൽ ചർച്ച ചെയ്യുകയും ഞങ്ങൾ തമ്മിൽ ആണെങ്കിൽ സംസാരിക്കുകയും ചെയ്യും. അതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു എഴുത്തുകാരി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയേണ്ട ആളും അറിയുന്ന ആളുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിക്കും. അല്ലാതെ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ പാർട്ടി പൊളിറ്റിക്സിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ഒന്നും ഇപ്പോഴും ഇല്ല. അതെ. അപ്പോൾ ഈ തിരക്കിട്ട ജീവിതത്തിലെല്ലാം കൂടെ ഉണ്ടായിരുന്നത് പാരൻസ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ഇവരെല്ലാം ആയിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി സമയം ചെലവഴിക്കാൻ അന്നും ഇന്നും ഒക്കെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അതൊരു കള്ളത്തരമായിരിക്കും. എനിക്ക് പറ്റിയിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാലും പറ്റിയിട്ടില്ല. അത് പറ്റൂല നമുക്ക്. പിന്നെ അവരത് ഉൾക്കൊള്ളുന്നിടത്താണ് നമ്മുടെ വിജയം. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഇതാണ്, ഇത്രയേ പറ്റുള്ളൂ എന്നത് നമ്മുടെ കുടുംബം അത് ഉൾക്കൊണ്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ സ്വയം തീരുമാനിക്കുകയാണ്. അതിനകത്ത് സത്യം പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുന്നത് അവരാണ്. നമ്മൾ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്ക് സമയം കുറയുന്നത് എന്ന് അവരത് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കുറേ വിലപ്പെട്ട ജീവിതാനുഭവങ്ങൾ അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശരി തെറ്റുകളൊന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല. അപ്പോൾ ഈ രാഷ്ട്രീയ ജീവിതത്തിനൊരു റിട്ടയർമെൻറ്റ് ഇല്ല? പൊതുപ്രവർത്തനത്തിൽ അങ്ങനെ റിട്ടയർമെൻ്റ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വേണമെങ്കിൽ പാർട്ടിക്ക് നാളെ പ്രായപരിധി കൊണ്ടുവരാം. ആ പ്രായപരിധിക്കുള്ളവർ മത്സരിച്ചാമെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും, എല്ലാവരും മാറി നിൽക്കും. അതല്ലാതെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ്, ഇതൊരു 9 to 5 ജോബൊന്നും അല്ലല്ലോ. ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം വീട്ടിൻ്റെ മുമ്പിൽ, ഞാൻ രോഗികളെ കാണുന്ന സമയം 7 മണി മുതൽ 10 മണി വരെയാണ്. ഞാൻ എൻ്റെ ഓഫീസിന് മുമ്പിൽ എഴുതി വെച്ച് നോക്കും, വിവരം അറിയും. MLA കാണുന്ന സമയം 4 മണി മുതൽ 5 മണി വരെ. അതെ, സ്ഥലം പറയേണ്ടി വരും അതോടുകൂടി. അതെ. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം.
നല്ല പാട്ടാണ്, പക്ഷെ ഞാൻ പാടുമ്പോൾ അത്ര നല്ലതായിരിക്കത്തില്ല. പാട്ട് നല്ലതായിരിക്കും. ഉണ്ണിമേനോൻ പാടിയൊരു പാട്ടുണ്ട്, ഉണ്ണിമേനോൻ പാടിയത്. ഉണ്ണിമേനോൻ ആ പാട്ടിൽ അഭിനയിച്ചിട്ടുമുണ്ട്. പ്രഭാവർമ്മ എഴുതിയ പാട്ടാണ്. ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി, സുഗന്ധം പരത്തുന്നതായി നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. അതെ, അപ്പോൾ ഇപ്പോൾ 1.5 മണിക്കൂറോളം നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾ വീണ്ടും ജീവിക്കുന്നത് ഇതുപോലുള്ള നല്ല നല്ല നേതാക്കളുടെ ഉള്ളിൽ കൂടെ തന്നെയാണ്. ആദ്യമായി വിളിച്ച മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ? ആദ്യം KSUവിനെ വിളിച്ച മുദ്രാവാക്യമല്ലേ? എന്തിനായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? കോളേജിൽ സമരം, ഞങ്ങളുടെ കോളേജിൽ സമരമരമുണ്ട്. സമരമരത്തിൻ്റെ മുമ്പിൽ നിന്നാണ് പിന്നെ സമരം തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ ഇനി സമയം പോകും, എന്നാലും കുഴപ്പമില്ല. ഞാൻ KSU പ്രസിഡന്റ് ആയ സമയത്ത് 10 വർഷം KSUവിൽ പുനഃസംഘടന ഉണ്ടായിരുന്നില്ല. അപ്പം യൂണിറ്റ് പ്രസിഡന്റുമാരാണ് നമ്മുടെ താഴെയുള്ളത്. താലൂക്കില്ല, ജില്ലയില്ല, സംസ്ഥാനമില്ല. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ കമ്മിറ്റികളൊക്കെ വരുന്നത്. ഈ പറഞ്ഞ ഹൈബിയും ഷാഫിയും ഒക്കെ വരുന്ന ആ കമ്മിറ്റികൾ വരുന്നത് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം ഞാൻ മാത്രം ഒറ്റയാൾ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ പിന്നെ മേളിൽ സംസ്ഥാന പ്രസിഡന്റ്, അത് കഴിഞ്ഞ് ജില്ലയും സ്റ്റേറ്റും ഒന്നുമില്ല. ഞാനൊരു സംസ്ഥാന പഠിപ്പ് മുടക്ക് കോൾ ചെയ്തു. ഞാനതിരിക്കലും ബസ്സിൽ യാത്ര ചെയ്യുക, ഏതോ സ്ഥലത്തേക്ക് പോവുക. ഞാൻ എല്ലായിടത്തും ഞാൻ തന്നെ ചെല്ലണം, കാരണം വേറെ കമ്മിറ്റിയൊന്നുമില്ല. ഒരു അടി കൊണ്ട് കുട്ടികൾ ആശുപത്രിയിലായാലും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സേ കയറി പിന്നെ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് ആകട്ടെ, അല്ലെങ്കിൽ പിന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ആകട്ടെ, ഇനി അല്ലെങ്കിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ആകട്ടെ, എനിക്ക് എല്ലായിടത്തും പോകണം. ഇങ്ങനെ പോകണം. ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ നല്ല തിരക്കുള്ള ബസ്സാണ്, തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് എന്നൊരു കോളേജുണ്ട്. അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് എന്നെ വിളിച്ചു, എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. ചോദിച്ചു, പ്രസിഡന്റ് ഇങ്ങനെ സമരത്തിൻ്റെ കോൾ കൊടുത്തേക്കല്ലേ, ഞങ്ങൾ പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ സമരത്തിന് എഴുതി കൊടുക്കണമല്ലോ സമരം ചെയ്യുന്നതിൻ്റെ കാരണം, അപ്പോൾ അതൊന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബസ്സേ നിൽക്കുകയാണേ, ചുറ്റും ആളുണ്ട്. അപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അത് സംസ്ഥാന സർക്കാരിൻ്റെ വികലമായ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിഷേധിച്ച് KSU സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അസ്മാബി കോളേജിൽ പഠിപ്പ് മുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ശരി, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ഞങ്ങളെല്ലാം ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, പ്രസിഡൻ്റെ മുദ്രാവാക്യം എന്താ വിളിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ ഈ ബസ്സിൽ നിന്ന് ഇവന് മുദ്രാവാക്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ചുറ്റും ആളില്ല, എനിക്ക് വട്ടാന്ന് വിചാരിക്കത്തില്ല ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞു, മുദ്രാവാക്യം നീ അതങ്ങനെ അറിയാമല്ലോ, വിദ്യാഭ്യാസ നയം സർക്കാർ അതെങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അല്ല അതല്ല മുദ്രാവാക്യം. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഇങ്ങനെ ഉരുളുകയാണ്. അപ്പം ഇവൻ അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞ് എനിക്ക് കേൾക്കാം, മര്യാദയ്ക്ക് ഒരു മുദ്രാവാക്യം പോലും പറയാത്തവനൊക്കെ പിടിച്ചിട്ടാണ് KSUവിൻ്റെ പ്രസിഡന്റ് ആക്കിയതെന്ന്. അപ്പോൾ ഇവനൊരു യൂണിറ്റ് പ്രസിഡന്റ്, അവൻ സത്യസന്ധ. എനിക്ക് അവന് ബസ്സിൽ നിന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ലല്ലോ. മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാൻ പറ്റുമോ ബസ്സിൽ നിന്നിട്ട് ഫോണിൽ കൂടെ? അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും സമരമരമുണ്ട്. സമരമരത്തിൻ്റെ അടുത്ത് എല്ലാവരും വരും, അവിടെ നിന്നാണ് സമരങ്ങളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ KSU മുദ്രാവാക്യങ്ങളാണ്. 57 ആലപ്പുഴയിൽ ആൻ്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം എന്ന് തുടങ്ങുന്ന പറയണതാരെന്നറിയാമോ, EMSനെ EM ബുഷി, ഇയൽ പോലെ വർത്തിച്ച KSU എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ആ കാലത്ത് സജിത് ലാൽ പിന്നെ SFIക്കാർ വെട്ടിക്കൊന്ന സമയമാണ്, ബോംബെറിഞ്ഞ് വന്നു. അപ്പോൾ സജിത് ലാലെ ചങ്ങാതി വിട്ടുപിരിഞ്ഞൊരു പോരാളി, അസ്ഥികൾ പൂത്ത വികാരത്താൽ നിന്നോട് ഓർമ്മ പുതുക്കട്ടെ, കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വരും. അതും വിളിച്ചിട്ട് ഇങ്ങനെ സമരമരത്തിൽ തുടങ്ങി കറങ്ങി സമരമരത്തിൻ്റെ അടുത്ത് വന്ന് അവസാനിക്കുന്ന എത്രയോ പ്രകടനങ്ങൾ
കോളേജിൽ ഇപ്പോഴും പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുമ്പോഴും പഴയ കലാലയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണല്ലേ? സമയം ഒത്തിരിയായി നമുക്ക്. അതെ അതെ. അപ്പോൾ ഇത്രയധികം സമയം, എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം നമ്മോടൊപ്പം ചെലവഴിച്ചു, ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഒത്തിരി നല്ല കാര്യങ്ങൾ, ഓർമ്മകൾ പറയാൻ പറ്റി. ഓക്കെ.